ഖുദ്വതുനാ വ ഉസ്വതുനാ നബിയുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മാതൃക, നമ്മൾ പിൻപറ്റേണ്ട, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട നമ്മുടെ ഏറ്റവും ഉദാത്തമായ നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മാതൃക പുരുഷൻ എന്നാൽ നമ്മുടെ നബിയാണ് മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലദീ ഖാല അൻഹു റബ്ബുഹു അസ്സ വജൽ. എന്താണ് അല്ലാഹു അവിടുത്തെ കുറിച്ച് പറഞ്ഞത്? വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അല്ലാഹുവിന്റെ റസൂൽ വഇന്നക, തീർച്ചയായും താങ്കൾ ലഅലാ ഖുലുഖിൻ അദീം, അങ്ങ് വളരെ മഹത്തരമായ ഉന്നതമായ ഉദാത്തമായ സ്വഭാവത്തിന്റെ ദീനിന്റെ ഉടമസ്ഥനാണ് അള്ളാഹുവിന്റെ റസൂൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആര് പറഞ്ഞത്? ലോകങ്ങളുടെ ഉടമസ്ഥനായ അള്ളാഹു പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തി പറഞ്ഞ സ്വഭാവമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ മാതൃക. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറ അല്ലാഹ കസീറ. നിങ്ങൾക്ക് നിങ്ങളുടെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. നിങ്ങൾ അവിടുത്തെ പിൻപറ്റണം. അവിടുത്തെ നോക്കി എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയത് അങ്ങനെ നിങ്ങൾ പെരുമാറണം. ആർക്കാണ് അല്ലാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുള്ളത്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അല്ലാഹുവിനെയും പരലോകത്തെയും പ്രതീക്ഷിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. നീ റസൂലുള്ളാഹിയിലേക്ക് നോക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നിന്നിലേക്ക് നോക്കണം. എന്നിട്ട് നീ അവിടുത്തെ സ്വഭാവവുമായി നീ എവിടെയാണോ വേറിട്ട് നിൽക്കുന്നത് ആ വീഴ്ചകൾ, ആ വിടവുകൾ നീ നികത്താൻ ശ്രമിക്കണം. നമ്മളിൽ പലരുടെയും പ്രശ്നം എന്താണ്? നമ്മൾ നോക്കുന്നത് ചുറ്റുപാടുമുള്ളവരിലേക്കാണ്. അവനിങ്ങനെ പെരുമാറുന്നുണ്ടല്ലോ, എൻ്റെ ഇപ്പുറത്തുള്ള കച്ചവടക്കാരൻ അങ്ങനെയാണല്ലോ, ഇന്ന ആളുകൾ, നാട്ടിലെ ഖതീബ് അങ്ങനെയാണല്ലോ, ഇമാം ഇങ്ങനെയാണല്ലോ, മൗലവി അങ്ങനെ ചെയ്യുന്നില്ലേ, ഉസ്താദ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്താൽ എന്താണ്? ഇവരൊന്നുമല്ല നിന്റെ ഏറ്റവും ആദ്യത്തെ മാതൃക. നിന്റെ ഏറ്റവും ആദ്യത്തെ മാതൃക അല്ലാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിയാണ്, ദീൻ പഠിപ്പിക്കുന്നവർ ഈ സ്വഭാവം പാലിക്കണം. പക്ഷെ അവരത് പാലിച്ചില്ല എന്നത് നീ മോശമാകാനുള്ള ന്യായമല്ല. ഞാൻ പറഞ്ഞ ദീൻ പഠിപ്പിക്കുന്ന ആൾക്കാരുടെ സ്വഭാവം മോശമാക്കണമെന്നല്ല, അവർ മോശമായതുകൊണ്ട് നീ മോശമാകരുത്. നിനക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവിടുത്തെ മാതൃകയിൽ വലിയ പാഠമുണ്ട്. അദ്ദേഹം പറയുന്നു, ഇന്നൽ ഖുലുഖ വൽ അദബ ഉൻവാനു ഫലാഹിൽ മർഇ വസഅദതി ഫി ദുനിയ വൽ ആഖിറ. ഒരു മനുഷ്യൻ അവന് ദുനിയാവിലും ആഖിറത്തിലും വിജയം ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വടി നല്ല സ്വഭാവമാണ്, നല്ല മര്യാദകളാണ്, നല്ല ജീവിത വിശുദ്ധിയാണ്. വമസ്തുജ്ലിബത്തിൽ ഖൈറാത്തു ബിമിസ്ലിൽ ഖുലുഖിൽ ഫാദിൽ. മാന്യമായ സ്വഭാവം കൊണ്ട് നിനക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്ര നന്മ മറ്റൊന്നും കൊണ്ട് നിനക്ക് നേടിയെടുക്കാൻ കഴിയില്ല. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മാ കാന റിഫ്ഖു ഫീ ഷൈഇൻ ഇല്ലാ സാന. ഏതൊരു കാര്യത്തിലും സൗമ്യതയുണ്ടോ അത് ആ കാര്യത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കും. നല്ല സ്വഭാവം എന്തൊരു കാര്യത്തിൽ, കച്ചവടത്തിലാണെങ്കിൽ അതിന്റെ ഭംഗി വർദ്ധിക്കും, ദീനിലാണെങ്കിൽ അതിന്റെ ഭംഗി വർദ്ധിക്കും, കുടുംബ ജീവിതത്തിലാണെങ്കിൽ അതിന്റെ ഭംഗി വർദ്ധിക്കും. ഏതൊരു കാര്യത്തിൽ സൗമ്യതയുണ്ടോ അതിന്റെ ഭംഗി അത് വർദ്ധിപ്പിക്കും. ഇല്ലേ? നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമല്ലേ അത്? അദ്ദേഹം പറയുന്നു, വദ്ദീനു കുല്ലുഹു ഖുലുഖ്. ദീൻ എന്ന് പറഞ്ഞാൽ മുഴുവനും സ്വഭാവമാണ്. ദീൻ മുഴുവനും സ്വഭാവമാണ്. അള്ളാഹുവിനോടുള്ള സ്വഭാവം, നിന്റെ ചുറ്റുമുള്ളവരോടുള്ള സ്വഭാവം, നിന്നോടുള്ള സ്വഭാവം, ഇത് പഠിപ്പിക്കാനാണ് ദീൻ വന്നത്. ഇസ്ലാം വന്നത് നമ്മുടെ സ്വഭാവം നന്നാക്കുന്നതിന് വേണ്ടിയാണ്. ഫമൻ സാദ അലൈക ഫിൽ ഖുലുഖ് സാദ അലൈക ഫിദ്ദീൻ. ഒരാൾ നിന്നെക്കാൾ സ്വഭാവം നല്ലവനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ നിന്നെക്കാൾ ദീനുള്ളവനാണ് എന്നാണ്. ഒരാളുടെ ദീൻ എങ്ങനെയാണ് തിരിച്ചറിയുക? അവന്റെ സ്വഭാവം കൊണ്ടാണ്. ഒരാളുടെ ദീൻ തിരിച്ചറിയുക എങ്ങനെയാണ്? അവന്റെ സ്വഭാവം കൊണ്ടാണ്, അവന്റെ പെരുമാറ്റം കൊണ്ടാണ്. അവന് വിജ്ഞാനം വർദ്ധിക്കണം, അതിനനുസരിച്ച് അവൻ കിബറുള്ളവനാവുകയാണെങ്കിലും അവന് യാതൊരു ഉപകാരവും അതുകൊണ്ടില്ല. ആ വിജ്ഞാനം അവന് ഒരു ഉപകാരവും ചെയ്തിട്ടില്ല, അവനും ചെയ്തിട്ടില്ല, അവന്റെ ചുറ്റുപാടുള്ള ആളുകൾക്കും ചെയ്തിട്ടില്ല. അവൻ ദീന് അതിനുവേണ്ടി വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നവൻ, നാട്ടിലുള്ള മോശമായി പെരുമാറുന്നവനാണെങ്കിൽ ഒരു കാര്യവുമില്ല. അതുകൊണ്ട് പലപ്പോഴും ഉപദ്രവമാണ് അതുകൊണ്ട് ഉണ്ടാകുന്നത്. സ്വഭാവം നന്നാക്കണം.